നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടും ആരോഗ്യവകുപ്പിലെ ഒരാളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവം. 15-ാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ ഈ മരണം ഉണ്ടായതിനു ശേഷം നെയ്യാറ്റിൻകര ആശുപത്രിയിലെ രേഖകൾ വരെ തിരുത്തി എന്നതിന്റെ തെളിവുകളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 15-ാം തീയതി 2:41-നാണ്. ഇപ്പൊ ഇവിടെ ഒരു രേഖ ഇരിക്കുന്നത് 15-ാം തീയതി 3:41-ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ECG എടുത്തതായും 3:39-ന് വേറൊരു ECG എടുത്തതായും. ആ ID നമ്പർ നോക്കിക്കൊണ്ടാണ് ഒരേ മെഷീനിൽ തന്നെ രണ്ട് പ്രാവശ്യം 30 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ECG എടുത്ത സത്യത്തിൽ ഈ 3:41-ന് 15-ാം തീയതി 3:41-നും 3:39-നും ECG എടുത്തായിട്ടൊരു രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്, വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം 2:41-ന് മെഡിക്കൽ കോളേജിൽ ഇവർ അഡ്മിറ്റ് ചെയ്തായിട്ടുള്ള രേഖ ഇവരുടെ കയ്യിൽ തന്നെ. എന്താണ് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, മരുന്നുകൾ നിർദ്ദേശിച്ചത് വേറൊരു സ്ഥലത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മരുന്നുകൾ നിർദ്ദേശിച്ചു. ഇപ്പൊ പുതിയതായിട്ട് രേഖ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരുന്ന് അതിൽ 3 കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പുതിയ രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ചികിത്സാ പിഴവ്, അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ, ഇതുവരെ എന്നിട്ടൊരു പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല. ഇന്നലെ രാത്രി ഈ വലിയ സമരവും ബഹുജന പ്രക്ഷോഭവും നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഈ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ബൈക്കിൽ കയറി ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിലെ 3ാമത്തെ നില നടന്നു കയറിയ ആളാണ് ഈ പെട്ടെന്നൊരു മരുന്ന് ഈ ബൈസ്റ്റാൻഡറായ ഭർത്താവ് മാറിയ സമയത്ത് ഒരു മരുന്ന് കുത്തിവെച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് ഏത് മരുന്നാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തതെന്ന് പോലും പറയും. കാരണം തെറ്റായ ഒരു മരുന്ന് കൊടുത്തതുകൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായത്. അത് ഏത് മരുന്നാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ കൗണ്ടറായിട്ടുള്ള ഒരു മരുന്ന്, റെമഡി ആയിട്ടുള്ള ഒരു മരുന്ന് വേറെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചോദിച്ചിട്ട് ഈ ആശുപത്രിയിൽ ആർക്കും അറിയില്ല. അപ്പോൾ വളരെ തികഞ്ഞ അനാസ്ഥ ഈ കേസിലുണ്ട്. കുറ്റക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറവാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. തീരെ പാവപ്പെട്ട 5 സെന്റിൽ താമസിക്കുന്ന വീട്ടുമുറ്റത്താണ് ഈ ശവസംസ്കാര കർമ്മം നടത്തിയിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് നീതി ലഭ്യമാകുന്നത് വരെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. തെറ്റ് ചെയ്തത് ബന്ധപ്പെട്ട ആളുകളാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മാത്രമല്ല ഇതിനകത്ത് രാഷ്ട്രീയം പറ്റുള്ളൂ. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്ത് കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അത് ചെയ്യേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. ഇതായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കൂടി ഞാൻ സമർപ്പിക്കും.